നമസ്കാരം, ന്യൂസ് അറ്റ് 25 സ്വാഗതം. സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 407 ഗ്രാം സ്വർണം ലോക്കറിലുണ്ടെന്നും കോടതിയുടെ അനുമതി ലഭിച്ചെന്നും ഒക്ടോബർ 17 തന്ത്രിയുടെ അനുവാദത്തോടെ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. JNU ഹൈദരാബാദ് സർവകലാശാല ഉൾപ്പെടെ സർവകലാശാലകളിൽ RSSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ശാഖകൾ സംഘടിപ്പിച്ചതിനെതിരെ SFI സർവകലാശാലകളിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് RSSന്റെ ലക്ഷ്യമെന്ന് SFI ആരോപിച്ചു. ആലുവയിൽ 3 വയസ്സുകാരിയെ മുഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി. കുട്ടിയെ പീഡിപ്പിച്ച ചെറിയച്ഛനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന ആരോഗ്യ ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. സർക്കാർ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ശുപാർശ നൽകണം. വിവാദങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നുണകൾ പൊളിച്ച രേഖകൾ. ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പത്തിൽ 1999 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്റ്ററും മഹസറും വ്യക്തമാക്കുന്നു. 1999 മെയ് 4 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞതെന്ന രേഖകൾ. ശബരിമലയിൽ വിശ്വാസമില്ലാത്തവർ അധികാരത്തിൽ കയറിയതിന്റെ പ്രശ്നമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാണിക്ക പോലും അടിച്ചു മാറ്റുകയാണ്. വിജയ് മല്യ കൊടുത്ത സ്വർണം ചെമ്പാകുന്ന മറിമായം. വസ്തുത പുറത്തുവരണം. ദേവസ്വം മന്ത്രിയോട് ചെന്നിത്തല 6 ചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഷാജൻ സെക്രട്ടറിക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. അമ്പലം വിഴുങ്ങുകളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും സ്വർണ്ണക്കടത്തിലും സ്വർണ്ണക്കൊള്ളയിലും കേരളം ഇന്ത്യയിൽ ഒന്നാമതാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന സർക്കാരും ദേവസ്വവും മറുപടി പറയണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രത്തൈകൾ നട്ടുവളർത്തി കർഷകർക്ക് വരുമാനമുണ്ടാക്കാൻ അവസരമൊരുക്കുമെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഒക്ടോബർ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ട മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ഇന്ന് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. പവന് ഇന്ന് മാത്രം 640 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 87,560 രൂപയാണ്. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ ദില്ലിയിൽ സന്ദർശിച്ച ഘട്ടത്തിൽ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എയ്ഡഡ് നിയമനത്തിലെ ഭിന്നശേഷി സംവരണം തീരുമാനത്തിൽ സർക്കാരിനെതിരെ സ്വരം കടുപ്പിച്ച് കത്തോലിക്ക കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ധാർഷ്ട്യത്തിന്റെ ഭാഷയെന്ന് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ അഭിപ്രായപ്പെട്ടു. തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്ക് കിഴക്കൻ അറബിക്കടലിൽ തുടരുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിലവിൽ സഞ്ചരിക്കുന്ന ശക്തി തിങ്കളാഴ്ചയോടെ ദിശ മാറി കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയുണ്ട്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മെട്രോ പില്ലറിൽ ഇടിച്ച് യുവാവും യുവതിയും മരിച്ചു. ആലപ്പുഴ മുട്ടാൻ പുത്തമ്പറമ്പിൽ സുരേഷിന്റെ മകൻ സൂരജ് KS, തൃശൂർ പഴുവിൽ വെസ്റ്റ് വള്ളുക്കാട്ടിൽ അശോക് കുമാറിന്റെ മകൾ ശ്വേത അശോക് എന്നിവരാണ് മരിച്ചത്. വയനാടിന് 260 കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രിയങ്ക ഗാന്ധി. 2221 കോടി ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് 260 കോടി മാത്രമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ തമിഴകം വെട്രി ഘടകം നേതാവ് വിജയുടെ പ്രചാരണ വാഹനം പിടിച്ചെടുക്കാൻ പോലീസ്. വാഹന സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് നിർത്താതെ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധിയെ ശ്രീരാമനായി ചിത്രീകരിച്ച ലക്നൌവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ പരിഹാസവുമായി BJP രംഗത്ത്. വിവരമില്ലാത്തവരാണ് ഇരുവരെയും താരതമ്യം ചെയ്യുന്നതെന്ന് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദക് പറഞ്ഞു. കരൂർ ദുരന്തത്തിൽ സത്യം പുറത്തുവരുമെന്ന TVK നേതാവ് ആദവ് അർജുന. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ US ചുമത്തിയ തീരുവയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപിന്റെ 20 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗാസ പദ്ധതിയെ ഭാഗികമായി അംഗീകരിച്ച് ഹമാസ്. നിർദ്ദേശങ്ങളിൽ ചില കാര്യങ്ങൾ ഇനിയും ചർച്ച ആവശ്യമാണെന്നും ഹമാസിന്റെ നിലപാട്. ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഫെമിനിച്ചി ഫാത്തിമ ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തും. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ഇതോടെ ന്യൂസ് അറ്റ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.